പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി ഭദ്രാസനം നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിൽ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിന്റെ 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ഫെറോന വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ മേഖലയിൽ നിന്നുള്ള 8 ദേവാലയങ്ങളിലെ വിശ്വാസികൾ കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് പങ്കെടുക്കുന്ന പദയാത്ര 10-ന് കോടതിപ്പടിയിലുള്ള ജോസ്ഗിരി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സമാപിക്കും. തുടർന്ന് നിലമ്പൂർ മേഖല പ്രോട്ടോ വികാരി റവറൻഡ് ഫാദർ തോമസ് ചാപ്രത്തിൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് നടക്കുന്ന മാർ ഇവാനിയോസ് അനുസ്മരണ സമ്മേളനത്തിൽ MCMF സഭാതല ഡയറക്ടർ റവറൻഡ് ഫാദർ മാത്യു അറക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഈ വരുന്ന ഞായറാഴ്ച 19-ാം തീയതി ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ 73ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നിലമ്പൂർ മേഖലയിലെ എല്ലാ ദേവാലയങ്ങളും ഒന്നുചേർന്ന് നടത്തുകയാണ്. ഇവിടെ നിലമ്പൂരുള്ള ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേലച്ചൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിശ്വാസ സമൂഹം കാവ്യവസ്ത്രങ്ങൾ ധരിച്ച് കാഷായ വസ്ത്രം ധരിച്ച് 2 ലൈനായി ജോസ്ഗിരി പള്ളിയിൽ 10 മണിയോടുകൂടി എത്തിച്ചേരുകയും തുടർന്ന് സമൂഹ ബലി നടത്തുകയും പിന്നീട് നേർച്ച വിരുന്ന് ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചുള്ള അനുസ്മരണ സന്ദേശം നൽകുന്നത് ഈ സമീപത്തുള്ള ഏനാന്തി ഇടവകയിൽ നിന്നുള്ള വൈദികനായിരിക്കുന്ന ഇപ്പോൾ മാവേലിക്കര രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന മാത്യു അറക്കലച്ചനാണ് അന്നത്തെ പ്രധാന സന്ദേശം നൽകുന്നതും മുഖ്യ കാർമ്മികത്വം വിശുദ്ധ കുർബാനയിൽ നിർവഹിക്കുന്നതും. ചടങ്ങിൽ നിലമ്പൂർ മേഖലയിൽ നിന്നും SSLC +2 തുടങ്ങി വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും. കലാപരിപാടികളും സ്നേഹവിരുന്നും ഇതിനോടനുബന്ധിച്ചുണ്ടായിരിക്കും. മാർ ഇവാനിയോസ് തിരുമേനി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിയിട്ടുള്ള സ്തുത്യർഹമായ സേവനങ്ങൾ നിസ്തുല്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പള്ളികൾ മാത്രമല്ല, പള്ളികളോടൊപ്പം തന്നെ ധാരാളം വിദ്യാലയങ്ങളും ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ വിദൂരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നിരന്തരം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പുണ്യശ്ലോകനായിട്ടുള്ള ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ മലങ്കര സഭയെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവച്ചത്. ഇത് വളരെ 5 പേരാണ് ഈ സഭ തുടങ്ങിയത്. 1930 കൊല്ലം അരമനയിൽ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുകയാണ്. ആഗോള കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് പുനരയിക്കപ്പെട്ടത് 5 പേരടങ്ങുന്ന സംഘമാണ്. അതിൽ വന്യപിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ 5 പേരടങ്ങുന്ന സംഘം കൊല്ലത്ത് വെച്ച് സെപ്റ്റംബർ 30-ന് പുനരയിക്കപ്പെടുന്നത്. 1930 സെപ്റ്റംബർ 20-ന് നമ്മുടെ പുനരയിക്കപ്പെടുന്നു. ആ 5 പേരിൽ തുടങ്ങിയ ഈ ഒരു സംവിധാനം ഇന്ന് 10 ലക്ഷം ആളുകളോളമായിട്ടുള്ള ഒരു വലിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സഭയായിട്ട് മാറി എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രോട്ടോ വികാരി റവറൻഡ് ഫാദർ തോമസ് ചാപ്രത്ത്, രൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, MCA മേഖലാ പ്രസിഡന്റ് സന്തോഷ് തോമസ്, ഇടവക ട്രസ്റ്റി ബൈജു ഏഴുമായിൽ എന്നിവർ പങ്കെടുത്തു. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2-ന് മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.